അനൗൺസ്മെന്റ് എന്തായി? സാർ, അയാൾ സബ് ഇൻസ്പെക്ടറാണ്. അതുകൊണ്ട് നമ്മളിതുപോലെ അയാൾക്ക് വേണ്ടി പ്രത്യേക റൂൾസ് ഉള്ള സർക്കുലറിലുണ്ട്. Then what? Proceed against it. Yes, sir. Yes, Verma here. ചേട്ടനാണോ? എന്താ ശൈലി വിശേഷം? വിശേഷിച്ചൊന്നുമില്ല. എന്താ ഇദ്ദേഹം ഇവരോട് ഇങ്ങനെ സ്നേഹമില്ലാതെ പെരുമാറുന്നത്? പാവം കൊച്ചമ്മ. സാർ, ആ കാണുന്ന 4ാമത്തെ വീടാ. ഇവിടെ ആരുമില്ലേ? ഇൻസ്പെക്ടർ മിസ്റ്റർ പ്രതാപൻ ഇവിടെ ഇല്ലേ? ചേട്ടൻ ഇവിടെ ഇല്ല, നാട്ടിൽ പോയിരിക്കുക. എന്ന് വരും? ഒരാഴ്ച കഴിഞ്ഞ് വരും. ഞങ്ങൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വരികയാണ്. ഈ വീടൊക്കെ ഒന്ന് പരിശോധിക്കണം. ചേട്ടൻ വരാതെ പറ്റില്ല. ഓഹോ, അപ്പോ ഈ റൂംസ് ഒക്കെ ഒന്ന് സീൽ ചെയ്തേക്കൂ. യെസ് സർ. ഇതെടുത്ത് ഉടയ്ക്കൂ. അവിടെ ഇടൂ. ഗോൾഡ് ബിസ്ക്കറ്റ്സ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇരിക്കണം മിസ്റ്റർ പ്രതാപൻ. വാട്ട്സ് മാറ്റർ? സാറ് എന്നെ രക്ഷിക്കണം. നിയമാനുസൃതമായി നിങ്ങൾക്ക് ലഭിക്കാനുള്ളതെല്ലാം ലഭിക്കും. നമ്മളിരുവരും ഗവൺമെന്റ് ഓഫീസേഴ്സ് അല്ലേ? അതുകൊണ്ട് ചില ചില്ലറ വിട്ടുവീഴ്ചകളൊക്കെ. ഇക്കാര്യം പറയാനാണെങ്കിൽ നിങ്ങൾക്ക് പോകാം. ഞാൻ കാല് പിടിച്ച് പറയാണ് സാർ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സാർ, ഞാൻ എന്ത് വേണമെങ്കിലും തരാം സാർ. എന്താ, നിങ്ങൾ എനിക്ക് വിലപേശുകയാണോ? സാർ, സാർ ഒരിക്കലും അങ്ങനെ കരുതരുത്. സാറിനെ കൈവിട്ടാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല സാർ. ഈ കേസിൽ നിങ്ങൾ എന്നിൽ നിന്നും യാതൊരു വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കേണ്ട. ശരി, ഐ എം സോറി സാർ. ഞാനും ഇവിടെ തന്നെ ഉണ്ടാവും. നമുക്ക് കാണാം. ഓക്കെ, കാണാം.
ഒന്ന് മാറിയിരുന്നേ. അവർ ഉപദ്രവിക്കരുത്. ഇല്ല, പൂജിക്കാം. നമുക്ക് സമാധാനം ഉണ്ടാക്കുന്ന ഞാൻ വണ്ടി നോക്കി നിർത്തിയിട്ട് വരാം. ശരി. കൊച്ചിനെ കൂട്ടി കിടന്നു. എനിക്കിപ്പോഴും പേടി തോന്നുന്നു. എന്റെ ശ്വാസം ഇപ്പോഴും നേരെയായിട്ടില്ല. കൈമൾ മിടുക്കനാ. അതവന്റെ ഡ്യൂട്ടിയാ. ചേട്ടനും കൂടി വരാൻ പറഞ്ഞതല്ലേ? വന്നാലും ഇല്ലെങ്കിലും വരാനുള്ളത് വരും. ഓ, എന്തിനുണ്ട് ഒരു ഉത്തരം. അമ്മേ, രമേശ്, go to your bed. ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. ആ ഹൗസിംഗ് സ്കീംകാർ പറഞ്ഞ വീട് നമുക്ക് വാങ്ങിക്കാം. അടുത്ത ഞായറാഴ്ച നമുക്ക് വീട് വരെ ഒന്ന് പോകാം. എഴുന്നേൽക്ക്. ഇനി പറയാനുള്ളൊക്കെ പറഞ്ഞോളൂ. ഇങ്ങനൊരു മനുഷ്യൻ, ഇതെന്തൊരു സ്വഭാവമാണ് ദൈവമേ. എനിക്കൊരു അല്പ സമാധാനമുണ്ടോ? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? എല്ലായിടത്തും ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെയാണ് കഴിയുന്നത്? എന്ത് ചെയ്താലും കുറ്റം തന്നെ. വീട് വാങ്ങാമെന്ന് പറഞ്ഞു പോയി. അമ്മയുടെ ചർമ്മവാർഷികമാണ്, വീട് വരെ പോകാമെന്നൊന്ന് ചോദിച്ചും പോയി. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ശൈല എന്തെങ്കിലും കുറ്റം ചെയ്തു എന്ന് ഞാൻ പറഞ്ഞില്ല. ഒന്നും പറയരുതെന്ന് ഞാൻ വിലക്കിയിട്ടുമില്ല. പറയേണ്ട സമയത്തെ പറയാവൂ എന്ന് മാത്രം. എല്ലായിടത്തും ഭാര്യയും ഭർത്താക്കന്മാരും ചെയ്യുന്നത് പോലെ എനിക്ക് വയ്യ. ഞാനാണ്. ഞാൻ നിന്നോട് 100% വിശ്വസ്ത പുലർത്തിയിട്ടുണ്ട്. ഒരു പെണ്ണിന്റെ പിറകെയും എന്ന് ഞാൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അങ്ങനെ ഒരു പ്രശ്നവും എനിക്കില്ല, ഇനി ഒരിക്കലും ഉണ്ടാവുകയുമില്ല. എന്റെ ജീവനേക്കാൾ വലുത് എനിക്ക് നീയാണ്. അത് കഴിഞ്ഞേ എന്റെ മോൻ കൂടിയുള്ളൂ. പിന്നെ തേനേ പാലേ തങ്കം പൊന്നെ എന്നൊന്ന് വിളിച്ചോണ്ട് നടക്കുന്ന ഉണ്ടാവില്ല. എന്റെ സ്നേഹം എന്റെ മനസ്സിൽ കാണും. പിന്നെ വീടിന്റെ കാര്യം അത് നമുക്ക് ആലോചിക്കാം. പണം ശരിയാകട്ടെ. പിന്നെ വീട്ടിൽ പോകുന്ന കാര്യം നീ വിഷമിക്കരുത്. നീ മോനും കൂടി പോയാൽ മതി. അടുത്ത തവണ ഞാൻ തീർച്ചയായും വരാം. എന്റെ ദൈവമേ, ഈ സ്വഭാവം പകലും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആൾക്കാർ കൂടി വിളിച്ചേനെ.
മോന്റെ പാന്റും ഷർട്ടും കൊണ്ടുവന്നു. എന്റെ അച്ഛൻ തന്ന പണമല്ലേ, അതിനെന്താ കുറ്റം? എനിക്ക് നിന്റെ അച്ഛന്റെ പണം ആവശ്യമില്ലെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞിരിക്കുന്നു. എനിക്ക് എന്റെ അച്ഛൻ തരുന്ന പണം ഞാൻ വാങ്ങും. ഈ വീട്ടിൽ ആ പണം ഇരിക്കാൻ പാടില്ല. നിങ്ങൾക്ക് എന്റെ അച്ഛനെ പുച്ഛമാണ്. പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നാളെ തന്നെ പണം കൊണ്ടുപോയി കൊടുക്കണം. എന്റെ കയ്യിൽ പണം ഉണ്ടാവുമ്പോ വീട് വാങ്ങും. അതിനെനിക്ക് ആരുടെ ഔദാര്യം ആവശ്യമില്ല. ഇങ്ങനെ കൊണ്ട് ഞാൻ തോറ്റു. നിനക്ക് എന്താ ഇവിടെ കാര്യം? പോണം. നാളെ രാവിലെ തന്നെ പോണം. ഈ പണം മടക്കി ഏൽപ്പിക്കണം. എനിക്കൊന്ന് ചത്താ മതിയായിരുന്നു. ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ? ഇല്ല. കൈമൾ, എന്തോ? രമേശിനെ സ്കൂളിൽ വിട്ടിട്ട് വരും. വാമനെ വിട്ടേക്ക. ശൈലേ, ശൈലേ, എന്താ? കാർ ഇപ്പൊ വരും. വേഗം വീട്ടിൽ പോയി പണം കൊടുത്തിട്ട് വരും. നീ വന്നിട്ടേ ഞാൻ ഓഫീസിൽ പോകും.